തൻ്റെ 18ാമത്തെ വയസ്സിൽ അടുക്കളയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഒരു വർഷത്തെ ടേൺ ഓവർ 1.5 കോടി രൂപയാണ്. ഇതാരാന്ന് നമുക്കറിയണ്ടേ? ഉമീസ് നാച്ചുറൽ എന്ന ഒരു ബിസിനസ്സിൻ്റെ ഒരു ഓണറാണ് അൻസിയ. നമസ്കാരം. ശരിക്കും കുറേ ബിസിനസ് ഇങ്ങനെ ചെയ്ത് പൊട്ടുമ്പം നമുക്ക് അതിനോട് വെറുപ്പൊരു നിരാശ തോന്നത്തില്ല ലൈഫിൽ? ആരാ പറഞ്ഞത് ഇത്രയും ബിസിനസ് ചെയ്ത് പൊട്ടിയെന്ന്? എല്ലാ ഇന്റർവ്യൂവിലും ചേട്ടൻ ചോദിക്കുന്നുണ്ടല്ലോ എല്ലാവരോടും എന്തുവരെ പഠിച്ചു എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസം എന്താണ്? നമ്മളുടെ ഇവിടുത്തെ സിസ്റ്റം ഒന്നും യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ അറിയേണ്ടത്, എന്താണ് പഠിപ്പിക്കേണ്ടത്, അതൊന്നും അല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ മനസ്സിലാക്കിയ ഞാൻ +2 തന്നെ പഠനം ഒഴിവാക്കി ബിസിനസ്സിലേക്ക് ഇറങ്ങി. എന്നിട്ട് പഠിച്ചവരെല്ലാം ഞാൻ ഉമീസിന്റെ ഭാഗമാക്കി. ഡോക്ടേഴ്സും ഇവരെല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ചേട്ടാ എന്തോ ചേട്ടൻ ഒന്ന് ചിരിച്ച ഒന്നുകൂടെ ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്താ ഈ പല്ലിലൊക്കെ കറ? വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇങ്ങനെ എടുക്കുക, കയ്യിലോട്ടിടുക. ഇതിലൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. കയ്യിലേക്ക് ഇടുക, മര്യാദക്ക് ഇവിടെ ഒറ്റ ഒരുത്തി കുറച്ച് മഞ്ഞുള്ളൊരു സൈഡില്. ഈ എയർ ഓയിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകൾ എന്തൊക്കെയാ? ഈ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് കൈ തന്നിട്ട് തന്നെ ഇതിന്റെ ചേരുവകൾ എന്താന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അതിന്റെ ലേബലിൽ തന്നെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ശരിയാ. തള്ളി പറഞ്ഞവരിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കിയ വാക്കുകൾ എന്തുവാ? എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മാക്ക് അഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്രസ്സ് ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഉമ്മ, എനിക്ക് 2 ഇക്കാക്കന്മാരും ഞാൻ. അപ്പം തന്നെ അറിയാം ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാൾ അവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അതില്ലാത്തതിൻ്റെ പേരിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന പല പേരുകളും ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ ലൂഫിനെ ഏറ്റവും നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്യുന്ന പോലെയാണ് ഉമ്മീസിൻ്റെ ഒരു ലാബിലൊക്കെ ഒട്ടിച്ചു. അപ്പം ഇതെങ്ങനെ വ്യത്യസ്തമായിട്ട് കുറേ ആളുകളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് നമുക്ക് എടപ്പള്ളിയിൽ പോകാമെന്നുള്ളത്. ഇതുവഴി എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ 20,000 ഫോളോവേഴ്സാണ് ആ ഒരൊറ്റ ദിവസം കൊണ്ട് കയറിയത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മീഡിയ ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം. തൻ്റെ 18ാമത്തെ വയസ്സിൽ അടുക്കളയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഒരു വർഷത്തെ ടേൺ ഓവർ 1.5 കോടി രൂപയാണ്. ഇതാരാന്ന് നമുക്കറിയണ്ടേ? ഉമീസ് നാച്ചുറൽ എന്ന ഒരു ബിസിനസ്സിൻ്റെ ഒരു ഓണറാണ് അൻസിയ. നമസ്കാരം. നമസ്കാരം. കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. എത്ര വയസ്സുണ്ട്? ഇപ്പം എനിക്ക് 26. 18ാമത്തെ വയസ്സിൽ തുടക്കം കുറിച്ച് ഇന്ന് ഉമ്മീസ് എത്തി നിൽക്കുന്നത് ലോകം അറിയുന്നൊരു ബിസിനസ്സായിട്ടാണ്. ശരിക്കും ഇതിലോട്ട് കടന്നു വന്നത് എങ്ങനെയാണ് അൻസിയ? ഇപ്പോൾ ഈ ഒരു ബിസിനസ് സക്സസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അറിയുന്നുണ്ട് നമ്മളെ. പക്ഷേ മുമ്പ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും അങ്ങനെ അറിയപ്പെട്ടില്ല എന്നേ ഉള്ളൂ. ഉമ്മീസിലേക്ക് എത്തുന്നത് ശരിക്കും ഒരു 18 വയസ്സ് ആ ഒരു സമയത്ത് തന്നെയാണ് ഇതിലേക്ക് എത്തുന്നത്. ട്രഡീഷണൽ കോസ്മെറ്റിക്സിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഉമ്മച്ചി ഇതുപോലെ ഹെയർ ഓയിൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതെന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 3 മക്കളായിരുന്നു. ഉമ്മച്ചിയായിരുന്നു ഞങ്ങളെ എല്ലാവരും നോക്കിയിരുന്നത്, ഉപ്പ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വീട്ടിലെ 3 മക്കളെ നോക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ അതും മക്കൾക്ക് ഉപയോഗിക്കാനുള്ളത് സ്വന്തമായിട്ട് ഉണ്ടാക്കുക. അതിനുവേണ്ടി ഉമ്മ ചെയ്തതാണ്. അത് പിന്നീട് ഞാനൊരു ബിസിനസ് ആശയമാക്കി എടുത്തേ ഉള്ളൂ. ഉമ്മ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിച്ചത് എങ്ങനെയാ? അങ്ങനെയൊന്നും തോന്നിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആവണം, ഒരു ബിസിനസ്സുകാരി ആകണം ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു ത്വര ഉള്ളിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ആവണം, ജീവിതത്തിൽ എന്തെങ്കിലും ആയേ പറ്റൂ എന്നൊക്കെ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതാണ്. കല്യാണം കഴിഞ്ഞ് എത്തിയപ്പോൾ ഭർത്താവിനോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആൾ പറയും നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന്. പക്ഷേ എന്ത് ചെയ്താലും അതൊരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും അതിനുള്ള ഇഷ്ടം പോകും. പക്ഷേ പിന്നീടും വേറെ എന്തെങ്കിലും ചെയ്യാൻ തോന്നും. അതാണ്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കിയിട്ട് ഇങ്ങനെ പറയും, നീ എന്ത് ചെയ്താലും ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളാണ് എന്നെല്ലാവരും. അതെപ്പോഴും എനിക്ക് കേൾക്കുന്ന എല്ലാവരും എന്നെ കളിയാക്കും. അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഉമ്മീസ് എന്നുള്ളൊരു ചിന്ത, ഉമ്മീസ് എന്നല്ല ഉമ്മച്ചിയുടെ ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിടാൻ തോന്നി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ എപ്പോഴും പോസ്റ്റുകൾ എഴുതിയിടാറുണ്ട്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ പോസ്റ്റ് ഭയങ്കര ക്ഷാമം ഒന്നും ഇല്ല കയ്യിൽ. അപ്പൊ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് എഴുതിയിടാമെന്ന്. ഉമ്മച്ചിയുടെ ഹെയർ ഓയിലിനെ പറ്റി എഴുതാമെന്ന് വിചാരിച്ചു. അത് രാവിലെ എഴുന്നേറ്റപ്പോൾ ഉമ്മച്ചിയുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ കണ്ണിൽ അത് പെട്ടപ്പോൾ എനിക്ക് തോന്നി ശരി അതിനെക്കുറിച്ചൊരു പോസ്റ്റാക്കി എഴുതാം എന്നുള്ളത്. അപ്പോൾ പോസ്റ്റാക്കി എഴുതിയതിന് ശേഷം ഒരുപാട് പേര് അത് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പോയി പറഞ്ഞത് ഇതുപോലെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്കല്ലേ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം, ഇതൊക്കെ നിന്റെ വീട്ടിൽ എപ്പോഴും ചെയ്ത് ഞാൻ കാണുന്നുണ്ട്, അപ്പോൾ നീ ചെയ്തോളാൻ പറഞ്ഞു.
ആ ഒരു വാക്കാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റും സപ്പോർട്ടും ശരിക്കും ആള് നല്ലൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇന്ന് എൻ്റെ മുന്നിൽ വന്ന് അതെ. നമ്മളൊരു സിനിമയിൽ പറയില്ലേ, കല്യാണം കഴിഞ്ഞൊരു പെണ്ണിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആണെന്ന്. അത് സത്യമാണ്. തീർച്ചയായിട്ടും കേട്ടോ. സപ്പോർട്ട് തന്നെയാണ്. അപ്പം ഉമീസ് ബിസിനസ് തുടങ്ങി ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഏത് പ്രൊഡക്റ്റിലാണ് തുടക്കം കുറിക്കുന്നത്? ആദ്യം ആ പോസ്റ്റ് ഹെയർ ഓയിലിനെ കുറിച്ചായിരുന്നു. ഹെയർ ഓയിൽ തന്നെയാണ് ഉമ്മീസിന്റെ ഹെയർ ഓയിൽ. ഉമ്മീസിന്റെ ഹെയർ ഓയിലിന്റെ പോസ്റ്റാണ് ആദ്യമായിട്ട് എഴുതിയിടുന്നത്. അപ്പം ഫേസ്ബുക്കിൽ താൻ തുടങ്ങുന്ന ബിസിനസ്സിൽ ആദ്യം തൻ്റെ പ്രൊഡക്റ്റും എഴുതിയിടുന്നതും ഈ ഒരു ഹെയർ ഓയിൽ അല്ലേ? അപ്പം ഇത് ഞാൻ എടുത്തു, ഞാനിത് മേടിക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ഗുണം ഈ ഹെയർ ഓയിൽ കൊണ്ടുണ്ട്? അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പോസ്റ്റ് മുഖേന ഞാനൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, ഹെയർ ഓയിൽ കച്ചവടം ചെയ്തു. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പോലും ചോദിക്കും, അങ്ങനെ ലൈസൻസ് ഇല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ എങ്ങനെയാ സെയിൽ ചെയ്യാന്നൊക്കെ. ഇത് തുടക്ക കാലഘട്ടത്തിലെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ഹെയർ ഓയിൽ എന്നുള്ളൊരു സംരംഭത്തിന്റെ ഒരു ആശയം വന്നു എന്നുള്ളത്. ആ ഒരു തുടക്കകാലം ശരിക്കും പറഞ്ഞാൽ ഒരു 2 വർഷം ലൈസൻസ് ഒന്നും ഇല്ലാതെ ഹോം ബേസ്ഡ് ആയിട്ട് മാത്രം ചെയ്ത ഒരു ബിസിനസ് ആയിരുന്നു ഇത്. പിന്നീട് ഇതിന്റെ വളർച്ച, അതായത് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മനസ്സിലായിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. ആളുടെ അടുത്ത് പറഞ്ഞു, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് കൂട്ടുന്ന സാധനമല്ല, ഇല്ല, മുന്നോട്ട് പോവാനും പറ്റുന്നില്ല. അന്ന് ഈ ഉമ്മീസ് ഈ ഒരു ഹെയർ ഓയിലിന് പേര് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പേരൊക്കെ പിന്നീട് ഹസ്ബൻഡ് ഇതിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായതാണ്. കാരണം ആള് ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നല്ലോ. അപ്പോൾ ഉമ്മീസ് എന്നുള്ള ഒരു ബ്രാൻഡിന് ഒരു പേര് കൊടുത്തു. ഈ പേര് കൊടുക്കാനുള്ള കാരണം ഉമ്മയിൽ നിന്ന് കടമെടുത്ത ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെയാണ് ഉമ്മീസ് നാച്ചുറൽസ് എന്നൊരു പേര്. ഇല്ല, ഉമ്മച്ചിക്ക് ഒരു അഡ്രസ്സ് കൊടുക്കണം. അതായത് നമുക്ക് വേണ്ടി ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾക്ക് ഒരു അഡ്രസ്സ് കൊടുക്കാന്നുള്ളതും വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മീസ് നാച്ചുറൽസ് എന്നൊരു ഇതിട്ടത്. പിന്നെ ഇതിന്റെ റിസൾട്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും ഒരു ബ്രാൻഡും ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അതെങ്ങനെ ഉണ്ടാക്കി, അതെങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്, ഇല്ല, എല്ലാവരും പറയുമല്ലോ അത് ഞങ്ങളുടെ സീക്രട്ടാണ്, അത് നിങ്ങൾ കോപ്പി അടിക്കും, ഞാൻ പറയില്ല എന്ന് പറയില്ലേ. അപ്പൊ ഈ ഹെയർ ഓയിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകൾ എന്തൊക്കെയാ? ഈ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് കൈ തന്നിട്ട് തന്നെ ഇതിന്റെ ചേരുവകൾ എന്താന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അതിന്റെ ലേബലിൽ തന്നെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഇത് ഞാൻ ആക്കി പറഞ്ഞതല്ല, നമ്മൾ കറക്റ്റ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ലേബലിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടോ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. അപ്പം അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇതിന്റെ ചേരുവകൾ എങ്ങനെയാണ്, അതെങ്ങനെ യൂസ് ചെയ്യണം, അതിന്റെ ഡ്രഗ് ലൈസൻസ് നമ്പർ എങ്ങനെയാണ്, ഇത് അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ എന്നൊക്കെ അത് വ്യക്തമായിട്ട് അതിലുണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നല്ല മണമുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ചേരുവകൾ എന്തൊക്കെയാണ് അൻസിയ തന്നെ നമ്മളൊന്ന് പറഞ്ഞു തരാമോ? ഇതിൽ ശരിക്കും പറഞ്ഞാൽ കറിവേപ്പില വരുന്നുണ്ട്. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളുടെ ഹെയർ ഓയിൽ അങ്ങനെ ചില പ്രൊഡക്ട്സുകളൊക്കെ തന്നെയും കോക്കനട്ട് ഓയിലിൻ്റെ ഒരു സെക്ടറിലാണ് പോകുന്നത്. ചിലതൊക്കെ തന്നെയും മറ്റ് ഓയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ ഹെയറിന് കുറച്ചും കൂടെ നല്ലത്. ഓവറായിട്ട് ഡ്രൈ ആവുന്നത്, അതുപോലെ തന്നെ പല ടൈപ്പ് ഹെയർസ് ഒക്കെ ഉള്ളതാണല്ലോ. പിന്നെ ഇതിൻ്റെ യൂസിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ ഹെയർ ടൈപ്പും അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത് പോലെയല്ല, ഓരോ പ്രൊഡക്റ്റും ഓരോ സ്കിന്നുകാർക്ക് വ്യത്യസ്തമായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് എന്തൊക്കെ അറിയുന്നുണ്ടോ അതെല്ലാം പറഞ്ഞു തരാനും ഞങ്ങൾ തയ്യാർ തന്നെയാണ്. ഇപ്പോൾ അൻസിയ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റും എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ അത് പുറത്ത് സെയിൽ ചെയ്യുന്ന എല്ലാ വിവരങ്ങളും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും മറ്റാരും യൂസ് ചെയ്യാത്തൊരു ട്രിക്കല്ലേ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കോപ്പി ചെയ്യത്തില്ലേ? താങ്കളത് തുടങ്ങില്ലേ? കൂടുതൽ സംരംഭകർ നമ്മുടെ നാട്ടിൽ വന്നാൽ അത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ നാടിനും നമുക്കും ഒക്കെ നല്ലത് തന്നെയാണ്. വികസനത്തിന് സഹായിക്കും എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷേ കൂടുതൽ പേര് വരണം. നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ പോലും ഇത്രയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ഡ്രഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തത് ചെറുതൊന്നുമല്ല, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ലൈസൻസ് നമ്മുടെ കേരളത്തിൽ കിട്ടാൻ പാടല്ലേ? തീർച്ചയായിട്ടും. അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനുവരിയിൽ എനിക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ഈ എൻ്റെ ഒരു ഷോപ്പിലേക്ക് റെയ്ഡ് നടക്കുകയും അവസാനം ഷോപ്പ് അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പി രാജീവ് സാറിനെ, എല്ലാവരും പറയുമല്ലോ നമ്മൾ ഈ എന്താ പറയുക മന്ത്രിയെ മിനിസ്റ്ററെയൊക്കെ നേരിട്ട് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മളെ പോലെ സാധാരണക്കാർക്ക് കാണാൻ പറ്റത്തില്ല, അതെല്ലാവരും പറയുന്നതാണ്.
പക്ഷേ അവർ തന്നെ അവർക്ക് ഒരു എന്താ പറയുക, അവരൊന്ന് മെയിൽ അയച്ചു കഴിഞ്ഞാൽ, നമ്മളെ പ്രോബ്ലം മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ നോക്കി കാര്യങ്ങളൊക്കെ നടത്തുമോ, ചിലരൊന്നും വിശ്വസിക്കില്ല. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്തു. എനിക്ക് ഈ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ മിനിസ്റ്റർക്ക് മെയിൽ ചെയ്തു. മെയിൽ ചെയ്തതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് റിപ്ലൈ വന്ന് എന്നെ കാണാമെന്ന് സമ്മതിക്കുകയും കണ്ട് എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് എത്തണം എന്നില്ല. അപ്പോൾ ആ ടൈമിൽ ഞാൻ മിനിസ്റ്ററോട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എനിക്ക് വേണ്ടി പറഞ്ഞതല്ല, മറ്റ് സംരംഭകർക്ക് കൂടെ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതായത് ഞങ്ങൾ പോലെയുള്ള സംരംഭകർക്ക് ഒരു ക്ലാസ്സിൻ്റെയോ മോട്ടിവേഷൻ്റെയോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾ കാണേണ്ട ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളത്തിൽ. അവർക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ട്രെയിനിങ് നടത്തണം, സംരംഭകർ നാടിന് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത്. അത് അങ്ങനെ പറയാനുള്ള ഇട വന്നത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഓരോ ഉദ്യോഗസ്ഥരെ കാണുമ്പോഴും ലൈസൻസിന്റെ കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്ന സമയത്ത് അവർ മുമ്പിലിട്ടേക്കുന്ന ചെയർ നമുക്ക് ഇരിക്കാൻ പോലും തരില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ നാട്ടിൽ എന്തോ കുറ്റം ചെയ്തിട്ട് അവിടെ കാവൽ നിൽക്കുകയാണെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സംരംഭകർ ഇവിടെ ആവശ്യമാണ്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ റെസിപ്പീസ് ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് പോയി കണ്ടത് അൻസിക്ക് ഗുണം ചെയ്തോ? തീർച്ചയായിട്ടും ഗുണം ചെയ്തു. എൻ്റെ ബ്രാൻഡ് അന്നത്തേക്കാൾ ഒരുപാട് ഇന്ന് വളർന്നിട്ടുണ്ട്. അതായത് ജനുവരിയിൽ നടന്നു, ഇന്ന് ഡിസംബറേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ ബ്രാൻഡ് വേറെ ലെവൽ ആയിട്ടുണ്ട്. ഇത്രയും സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരിക്കലും തനിക്ക് വേണ്ടി മാത്രമല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? അല്ല, കാര്യം നമുക്കറിയുന്ന ഒരുപാട് സംരംഭകരുണ്ട്, ബിസിനസ് തുടങ്ങി. ഇപ്പം എൻ്റെ പ്രായത്തിൽ തന്നെ പലരും സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി ഒരിക്കലും ചെയ്യില്ല, എൻ്റെ പൈസയും ധനനഷ്ടം മാനഹാനി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാര്യം അവരൊന്നും യഥാർത്ഥ വഴിയിലല്ല എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ വളഞ്ഞു മൂക്ക് പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്യുന്നവരാണ് എപ്പോഴും പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നത്. അപ്പോൾ അൻസിയ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇനി ഒരുപാട് പറയാനുണ്ട്. ഒരു 1.5 കോടി ടേൺ ഓവറിൽ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ എത്ര സ്റ്റാഫിലാണ് തുടങ്ങിയത്, അല്ലെ ഇന്ന് എത്ര സ്റ്റാഫുകൾ വരെ ഉണ്ട്? തുടക്കത്തിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, ഹസ്ബൻഡ്, ഉമ്മ, എൻ്റെ ഫാമിലി ആയിരുന്നു. അതായത് ഇന്നിപ്പോൾ ഹെയർ ഓയിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ബ്രദേഴ്സ് 2 പേരുണ്ട്. അവർ 2 പേര് ജോലിക്ക് പോകാതെ ലീവ് എടുക്കും. ഗ്രാഫിക് ഡിസൈനറാണ്, ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കും. എന്നിട്ട് ഞങ്ങൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കും. അതാണ് തുടക്കത്തിൽ ചെയ്തത്. ഈ തുടക്കത്തിൽ ചെയ്തു എന്ന് പറയുമ്പോൾ അത് 1 വർഷത്തോളം നീണ്ടു നിന്നിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റി കൂടാൻ തുടങ്ങി. അതായത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല. കാര്യം പ്രൊഡക്ഷൻ ചെയ്താൽ മാത്രം പോരാ, കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വിളിക്കും, അവരോട് സംസാരിക്കണം, പ്രൊഡക്റ്റ് കൊറിയർ ചെയ്യണം. അതൊക്കെ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സമയമില്ലാതെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്താണ് ആദ്യം 2 പേരെ എടുത്തു, സ്ത്രീകളെ തന്നെ. പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ 2-3 പേരെ എടുത്തു. ഈ എടുക്കുന്നതെല്ലാം നമ്മുടെ നാട്ടിലുള്ളവരെ തന്നെ? അതെ, നാട്ടിലുള്ളവരെ മാത്രമാണ് എടുത്തിരുന്നത്. ഇപ്പോൾ ഉമ്മീസിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല ഏരിയയിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എവിടൊക്കെ ഉണ്ട്? ശരിക്കും നമ്മുടെ റോ മെറ്റീരിയൽസ്, അതായത് ആയുർവേദ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ കൃഷി ചെയ്യുന്ന റോ മെറ്റീരിയൽസ് വേണമെന്ന് ആദ്യമൊക്കെ പിടിവാശി പിടിച്ചിരുന്നു. ഇപ്പോൾ പല ഭാഗത്തുള്ള സ്ത്രീകൾ അവരെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ട് നമുക്ക് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉമ്മീസിൽ ഇപ്പം എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരു 100ഓളം പേരുണ്ടെന്ന് പറയാൻ പറ്റും. 100ഓളം പേര് സ്റ്റാഫുകളായിട്ടുണ്ട് തന്നെ. അതെ, പറയാൻ പറ്റും. ആ സ്ത്രീകളെ മാത്രം എടുക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കാരണം ഒരു സ്ത്രീയുടെ സ്ട്രഗിൾ എന്താണെന്ന് എനിക്കറിയാം. കാര്യം ഞാനൊരു സ്ത്രീയാണ്. വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ഞാൻ ബിസിനസ് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മാന്റെ സ്ട്രഗിൾസ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഒരു സ്ത്രീക്ക് വരുമാനം ഉണ്ടാക്കാൻ, അത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പ് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇപ്പം അൻസിയ പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണോ അവർ വർക്ക് ചെയ്യുന്നത്? വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന കുറേ സ്ത്രീകളുണ്ട്. അതെങ്ങനെ ഒന്ന് പറയാമോ? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നു, ഇതിലേക്ക് കറിവേപ്പില വേണം, കറ്റാർവാഴ വേണം. ഇതെല്ലാം തന്നെ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ കൃഷി ചെയ്തിട്ട് നമുക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ ഞങ്ങൾ പോയി എടുക്കും. അപ്പോൾ നമുക്ക് ഒരു മാസം ആകുമ്പോൾ അവർക്ക് ഇത്ര തുക അവരുടെ കയ്യിൽ കിട്ടുക. നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് ഇത്രയും റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ ഒരു ബ്രാൻഡ് വരാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ? എൻ്റെ മോനെ, ഇത് ചെറിയ കളികളല്ലേ കേട്ടോ. അതെ, അത് വലിയൊരു അവസരം തന്നെ ഓരോ സ്ത്രീകൾക്കും കൊടുത്ത്. ഇനിയും ജോലിക്കായിട്ട് കാത്തിരിക്കുന്ന സ്ത്രീകളോട് എന്തോ ഇപ്പം പറയാനുള്ളത്? നിങ്ങൾക്ക് ഉമ്മീസിന്റെ പ്രൊഡക്റ്റ് എടുക്കാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് സെയിൽ ചെയ്യാം, റീസെയിൽ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അല്ല, ഇനി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കൃഷി രീതി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതുവഴി ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. അടിപൊളി. കാരണം ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു ടീമുണ്ട്, ഒരു ഡോക്ടേഴ്സ് ഉണ്ട്, വലിയൊരു ടീമാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത്. നല്ല റോ മെറ്റീരിയൽസ് എവിടെയാണ് നമുക്ക് കിട്ടുന്നത്, അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഇപ്പം അൻസി ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ നല്ല പവറാണ് കേട്ടോ, സംസാരിക്കാനാണേലും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണേലും. അതായത് യഥാർത്ഥമായി യോജിച്ച വ്യക്തിക്ക് തന്നെയാണ് ഈ ബിസിനസ് കിട്ടിയത് തന്നെ കൈകളിൽ. ഒരുപാട് സ്ത്രീകൾക്ക് അൻസിയ പ്രചോദനം കൂടാണ്. അതിപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ഇപ്പം തന്നെ ഫാമിലി സപ്പോർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സിൽ ഇറങ്ങി തിരിച്ച് ശരിയാവുമോ, ഇതൊക്കെ വിജയിക്കുമോ, ആൾക്കാർ പുച്ഛിച്ച് തള്ളിയ ഒരുപാട് സ്ത്രീകൾ ഇന്നുണ്ട്.
ഇന്ന് അൻസിയുടെ വീഡിയോ കാണുന്നവരോട് അൻസിയയ്ക്ക് പറയാനുള്ള മറുപടി എന്തുവാ? പലരും പറയാറുണ്ട്, അതായത് ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങിയതും ഇത്ര സക്സസ് ആയതും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഫാമിലി എനിക്കുള്ളത് കൊണ്ടാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സപ്പോർട്ടില്ല, എൻ്റെ കൂടെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോവാതെ മാറി നിൽക്കുന്നുണ്ട് ഒരു കൂട്ടം പേര്. അവർ സംസാരിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താ, നമ്മുടെ സ്വപ്നങ്ങൾ എന്താ, നമ്മൾ എവിടേക്ക് എത്താനാണ് പോകുന്നതെന്ന് സംസാരിക്കുക. ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഈ ലോകം മൊത്തം ഉണ്ടാവും. എനിക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. കാര്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു പുതിയൊരു ആശയം പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു, ഇതാണ് എൻ്റെ ആഗ്രഹം, ഇങ്ങനെയാണ്. അപ്പോൾ അതിലെ തെറ്റുകൾ തിരുത്തി ശരിയായ വഴികൾ മനസ്സിലാക്കി ഇതാണ് വഴിയെന്ന് പറഞ്ഞു തരുന്ന ഒരു ഫാമിലി എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു ഗൈഡ് ഒരു പക്ഷേ അൻസിക്ക് ഉള്ളത് കൊണ്ടല്ലേ ശരിക്കും ഇവിടം വരെ എത്താൻ പറ്റിയത്? തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. അല്ലാണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ ഇരിക്കുക. നമ്മുടെ പാഷൻ എന്താണ്, നമ്മുടെ ഇഷ്ടം എന്താണ്, നമ്മുടെ നാടിന് ആവശ്യമുള്ളത് എന്താണ്. ഒരു സംരംഭകർ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട അതാണ്, ഇവിടെ നാടിന് ആവശ്യമുള്ള എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം വീടിന്റെ ആധാരം തരാൻ ഭർത്താവിനോട് പറഞ്ഞാൽ തരില്ലല്ലോ. നമ്മളത് സംസാരിക്കണം. അങ്ങനെ തുടക്കത്തിൽ ആധാരം ചോദിച്ചായിരുന്നു വീട്ടിൽ? എനിക്ക് സപ്പോർട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ആശയം പറയും. പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് അല്ലല്ല, ഞാൻ ഓരോ സ്റ്റെപ്പും പഠിച്ച് മനസ്സിലാക്കി പതുക്കെ എൻ്റെ ഫാമിലിയോടൊപ്പം കയറിയതാണ്. ഇപ്പം ഇത്രയും ബിസിനസ് പൊട്ടിയാണ് ഉമീസിൽ വന്ന് എത്തപ്പെട്ടെന്ന് പറഞ്ഞു. ശരിക്കും കുറേ ബിസിനസ് ഇങ്ങനെ ചെയ്ത് പൊട്ടുമ്പം നമുക്ക് അതിനോട് വെറുപ്പൊരു നിരാശ തോന്നത്തില്ല ലൈഫിൽ? ആരാ പറഞ്ഞത് ഇത്രയും ബിസിനസ് ചെയ്ത് പൊട്ടിയെന്ന്? ഞാൻ പറഞ്ഞത് ഒരുപാട് ബിസിനസ് ഞാൻ ചെയ്തു, പക്ഷെ അവിടെയൊന്നും ഞാൻ ഹാപ്പി ആയിരുന്നില്ല, എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഒരു ബിസിനസ് പൊട്ടണം എന്നില്ല അത് സ്റ്റോപ്പ് ചെയ്യാൻ. ശരിക്കും നമുക്കവിടെ ഹാപ്പി അല്ല, നമ്മളവിടെ സന്തോഷം ഇല്ലെങ്കിൽ നമ്മളവിടെ നിർത്തുക, അതാണ് സത്യം. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു, പൊട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി അതെൻ്റെ സ്ഥലമല്ല എന്നുള്ളത്. ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നു, പിന്നെയും കുറച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തി. അങ്ങനെ അവസാനം ഉമ്മീസിലേക്ക് എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ കരിയും പുകയും ചൂടും അതിൻ്റെയൊക്കെ ഇടയിലായിരുന്നു. അപ്പൊ ചുറ്റുള്ളവരൊക്കെ എന്നോട് പറഞ്ഞു, ഈ പണി എന്തായാലും നീ ചെയ്യണ്ട, അത് നിനക്ക് ബുദ്ധിമുട്ടുള്ളതാണെന്ന്. പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. കാര്യം അവർക്കൊക്കെ കാണുന്നവർക്കൊക്കെ തോന്നി ഞാൻ അടുക്കളയുടെ ഉള്ളിൽ എന്തൊക്കെയോ ചെയ്യുകയാണെന്ന്. പക്ഷേ ആ ഒരു ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പാഷനുള്ള, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ആഗ്രഹിച്ച സ്ഥലമാണെന്ന്. അന്ന് തുടങ്ങിയ സമയത്ത് ചിന്തിച്ചിരുന്നു ഈ ഒരു ലെവലിൽ എത്തുമെന്ന്? തീർച്ചയായിട്ടും ഈ ലെവലിലല്ല, ഞാൻ ഇതിനേക്കാൾ മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഞാൻ എത്തിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ലെവലൊന്നും ആയിട്ടില്ല, ഇല്ല, ഞാൻ ഇനിയും കയറും. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇത്രയല്ല, ഇനിയും ഉണ്ട്, ഇനി മുകളിലേക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞ ആദ്യം എൻ്റെ ഒരു തുടക്കകാലത്ത് എൻ്റെ ഒരു ചിന്ത ഒരു കേരള ബ്രാൻഡാക്കി ഉമ്മീസിനെ മാറ്റം എന്നുള്ളതാണ്. അത് സാധിച്ചിട്ടുണ്ട്. ഉമ്മീസിൽ കേരള ഡ്രഗ് ലൈസൻസോടുകൂടെ തന്നെ, ആയുർവേദ ഡ്രഗ് ലൈസൻസോടുകൂടെ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു 2-3 വർഷം കഴിഞ്ഞ് ഞാൻ ഇതേ വേദിയിൽ എത്തുകയാണെങ്കിൽ ഈ ബ്രാൻഡ് എവിടെ നിൽക്കും എന്ന് ചോദിക്കും. എവിടെ നിൽക്കും? ഈ ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാടുകളിൽ വേൾഡ് വൈഡ് ആയിട്ട് പല നാടിനും പല ട്രഡീഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഉമ്മിക്കരിയാണെന്ന് വിചാരിക്കുക, നമ്മളുടെ ഒരു ഉമ്മിക്കരി ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ട്രഡീഷണൽ പ്രൊഡക്റ്റ് ഉമ്മിക്കരിയാണെന്ന് വിചാരിക്കാം. അതേപോലെ പല നാട്ടിൽ ഇപ്പൊ ആഫ്രിക്ക എടുക്കാം, അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റെങ്കിലും കിട്ടുന്ന ഒരു ബ്രാൻഡായിട്ട് ഉമ്മീസ് നാച്ചുറൽസ് മാറും. അതാണ് ഈ ബ്രാൻഡിന്റെ ഒരു വിഷൻ തന്നെ. ഞാൻ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ ഇത്രയും വട്ടം കൈ അടിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ കേസ് അൻസി സംസാരിക്കുന്നത് തന്നെ ഒരു എനിക്ക് നാളെ ഇവിടെ എത്താൻ പറ്റുമെന്നൊരു ധൈര്യമുണ്ട്. ഇതെല്ലാം ഇന്നത്തെ ബിസിനസ്സുകാർക്കില്ല. ആ ഒരു ധൈര്യം വന്നത് ഫാമിലിയിൽ നിന്നാണോ അതോ ഞാൻ തന്നെ വളർത്തിയെടുത്ത ധൈര്യമാണ്? ഞാൻ വളർത്തിയെടുത്തല്ല. ഇന്നത്തെ ബിസിനസ്സുകാർക്ക് ഈ ധൈര്യം ഇല്ലാത്തത് അവരൊരു കാര്യം ചിന്തിക്കുന്നു, അവർ ചിന്തിക്കുന്ന എന്താണ്, ചെയ്യുന്നത് എന്താണെന്ന് വീട്ടിലിരിക്കുന്ന ആർക്കും അറിയത്തില്ല. അവരെന്തോ ചെയ്യുന്നു, നമ്മൾ ഷെയർ ചെയ്യുന്നില്ല, അവരോട് ഷെയർ ചെയ്യുന്നില്ല, അറിയുന്നില്ല. രാത്രി വരുന്നു, കിടക്കുന്നു, ഇതല്ലേ. പക്ഷെ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ലക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉമ്മീസ് എൻ്റെ ബിസിനസ് മാത്രമാണെന്ന് പറയാനൊന്നും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മീസ് ഇത്രയും ഡെവലപ്പ് ആയത് ഹസ്ബൻഡ് ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം. ഞാൻ സാധാരണ ഒരു കുപ്പിയിൽ എന്തോ കാച്ചി ഒഴിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമായിരുന്നു. ഈ ബ്രാൻഡിനെ അത്രയും വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആക്കിയത് അദ്ദേഹമാണ്. അപ്പോൾ ആളൂടെ വന്നപ്പോൾ പിന്നെ അങ്ങോട്ടൊരു പോക്കായിരുന്നല്ലേ, പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത് ശരിക്കും പറഞ്ഞൊരു വലിയ കാര്യമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ ആൾ ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. അത് ഞാൻ എൻ്റെ ഈ ഒരു ആശയത്തിന് വേണ്ടിയിട്ട് അത് മൊത്തത്തിൽ ഒഴിവാക്കി ഈ ബിസിനസ്സിന് വേണ്ടി മുന്നോട്ട് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും മനസ്സിലാക്കുന്ന ഹസ്ബൻഡിന് മാത്രമേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഒരുപക്ഷെ അന്ന് പുള്ളിക്ക് ചിന്തിക്കായിരുന്നു ഇവക്ക് ഭ്രാന്താ. അതെ, നീ ചെയ്യണ്ട എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ പോലും ഞാൻ ചെയ്യില്ലായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കിൽ നിന്നാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. ആളെ നമുക്ക് വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. അൻസി എന്തുവരെ പഠിച്ചു?
ഈ വിദ്യാഭ്യാസം ഈ എല്ലാ ഇന്റർവ്യൂവിലും ചേട്ടൻ ചോദിക്കുന്നുണ്ടല്ലോ എല്ലാവരോടും എന്തുവരെ പഠിച്ചു എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസം എന്താണ്? ഞാനിത് ചോദിക്കാൻ കയറി, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ മറ്റുള്ളവരെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? അതാ ചോദിക്കും. ഇത് നിങ്ങളും അൻസി ഒരു കാര്യം ചിന്തിക്കണം. ഞാൻ ഇവിടെ ഇരുന്ന് പോത്തേ ഉള്ളൂ ഇങ്ങനെ. അൻസിയെന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയുമ്പോഴും സ്വന്തമായിട്ടൊരു ബിസിനസ് ആളായി മാറുക. അല്ല, നല്ല ചോദ്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളുടെ ഇവിടുത്തെ സിസ്റ്റം ഒന്നും യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ അറിയേണ്ടത്, എന്താണ് പഠിപ്പിക്കേണ്ടത്, അതൊന്നും അല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ മനസ്സിലാക്കിയ ഞാൻ +2 തന്നെ പഠനം ഒഴിവാക്കി ബിസിനസ്സിലേക്ക് ഇറങ്ങി. എന്നിട്ട് പഠിച്ചവരെല്ലാം ഞാൻ ഉമ്മീസിന്റെ ഭാഗമാക്കി. ഡോക്ടേഴ്സും ഇവരെല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അവർക്ക് ജോലി കൊടുക്കും. എന്റെ ഉമ്മീസേ അടിപൊളി കേട്ടോ. നാളെ മുതൽ എൻ്റെ കൂടെ പഠിച്ചവന്മാരെ ഞാൻ കൊണ്ടുവരും ഇവിടെ. അതെ, കൊണ്ടുവരും. അത് ശരിക്കും പ്രൗഡാണ്. ഞാൻ പഠിക്കണ്ടെന്നല്ല ഇതിലൂടെ ഒരു മെസ്സേജ് പറയുന്നത്. പക്ഷേ അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതൊന്നും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഒന്നും ഗുണം ചെയ്യുന്നില്ല. ഉണ്ടോ? അത് പണ്ടായിരുന്നു. ഇപ്പൊ മാറ്റം ഉണ്ടെന്ന് തോന്നി തുടങ്ങുന്നുണ്ട്. കാര്യം എൻ്റെ മോളിപ്പോ 1ാം ക്ലാസ്സിലായിട്ടുണ്ട്. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടൊക്കെ അവിടെ പഠിപ്പിച്ച് തുടങ്ങുന്നോ എന്നൊരു ഫീൽ എനിക്കുണ്ട്. കിട്ടുന്നുണ്ട്. ഉണ്ട്. ഇപ്പൊ മാറുന്നുണ്ട് കേട്ടോ. തള്ളി പറഞ്ഞവരിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കിയ വാക്കുകൾ എന്തുവാ? ഓർമ്മയിൽ കിടക്കും, ഇല്ലെന്ന് പറയല്ലേ? എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മാക്ക് അഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്രസ്സ് ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഉമ്മ, എനിക്ക് 2 ഇക്കാക്കന്മാരും ഞാൻ. അപ്പൊ തന്നെ അറിയാം ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാൾ അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതില്ലാത്തതിന്റെ പേരിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന പല പേരുകളും ഞാനും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മോള് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്ത ഒരു വാപ്പാൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ ഞാൻ ആ ഒരു സ്റ്റേജിലൊന്നും ഇരുന്നിട്ടില്ല. ഞാൻ അത് അറിഞ്ഞിട്ടില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു സ്റ്റേജിലൊന്നും ഞാൻ ഇരുന്നിട്ടില്ല. അപ്പൊ എനിക്കതെന്നും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മ, 2 ഇക്കാക്കന്മാര് എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉള്ളതല്ലേ. അങ്ങനെയാണ് ഈ അഡ്രസ്സ് ഉണ്ടാക്കണം എന്നെത്തുന്നത്. ഇപ്പോൾ അഭിമാനത്തോടെ പറയും. അതായത് പണ്ട് മുതലേ അഡ്രസ്സ് ഉള്ളവരെ പോലും അറിയപ്പെടുന്നത് ഉമ്മീസിന്റെ വീട്ടിൽ ആ കുട്ടിയുടെ അവരല്ലേ എന്ന് അവരോട് ഇന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയുണ്ടോ? ഞാൻ എൻ്റെ കുടുംബത്തിന് മാത്രമല്ല അഡ്രസ്സ് ഉണ്ടാക്കിയത്. എൻ്റെ നാട്ടിലും എൻ്റെ ആ വീടിന്റെ പരിസരം ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നു ഉമ്മീസിന്റെ വീടിന്റെ അടുത്തുള്ള എന്നല്ല ആ ഒരു. അപ്പം അൻസിയുടെ നാട് വരെ ഇന്ന് അറിയപ്പെടുന്ന ഉമ്മീസിന്റെ പേരില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ ഒന്നെ കൊല്ലും. എന്നാലും ഒരു വിധമൊക്കെ ഈ പ്രായത്തിൽ എനിക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അൻസിയുടെ വിദ്യാഭ്യാസം എടുത്താൽ ഇന്ന് അൻസിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് അൻസിയേക്കാൾ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ? തീർച്ചയായിട്ടും. എന്റെ പൊന്നടാ, രോമാഞ്ചം. അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭയങ്കര അഭിമാനമുണ്ട്. ഞാൻ പഠിച്ചില്ല, പഠിച്ചവരെ ഞാൻ എൻ്റെ താഴെ ജോലി ചെയ്യിക്കുന്നു എന്നുള്ളതല്ല. അവരെല്ലാവരും എന്താണോ ആർക്കാണോ അറിവുള്ളവര് അവരായിരിക്കും പല ടൈമിലും മുന്നോട്ട് വരുന്നത്. ചിലപ്പോൾ ഞാൻ അവരിൽ നിന്ന് പഠിക്കുന്നുണ്ട്, അവർ ചിലപ്പോൾ എന്നിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഒരു ബ്രാൻഡ് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുക. അന്ന് ഈ പഠനം നിർത്തിയെന്ന് പറഞ്ഞു. അന്ന് പഠനം നിർത്തിയ സമയത്ത് കൂട്ടുകാരാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും നീ പഠിക്കണം, പഠനം നിർത്തിയ നീ എങ്ങനെ രക്ഷപ്പെടത്തില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ടോ? പഠിക്കാൻ കുറേ പേര് പറഞ്ഞു. അതേപോലെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിത്തം നിർത്തണം എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമൊന്നും ആയിരുന്നില്ല. വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മുന്നോട്ട് പഠിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഒരു പെൺകുട്ടിയേ ഉള്ളൂ, വേറെ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കരുത് എന്ന് നാട്ടുകാരൊക്കെ പറയുമല്ലോ. വേഗം കെട്ടിച്ചു കൊടുക്കാൻ എന്നുള്ളത് എല്ലാവരും പറയുന്ന കേസല്ലേ, ഉമ്മ മാത്രം വളർത്തുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് പോയത്. പക്ഷേ വിവാഹം കഴിഞ്ഞു പോയത് ഇത്രയും വലിയ ലോട്ടറിയുടെ അടുത്തേക്കാന്ന് ഞാൻ അറിഞ്ഞില്ല. കാര്യം നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്കാണ് നമ്മൾ പോയത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു വീഡിയോ കാണാം. ആ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ തന്നെ കിളി മാറിപ്പോയി. കാരണം ഒരാണും പെണ്ണും കൂടെ റോഡിൽ ഇറങ്ങിയിട്ട് ഒരു പ്രൊഡക്റ്റ് അങ്ങ് വിൽക്കുക. ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഒരുപാട് സെയിലും ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇതെല്ലാം ഇവിടെ സെയിൽ ചെയ്തിട്ട് നമ്മൾ ഈ പൈസ അടിച്ച് പൊളിക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെ അടിച്ചു പൊളിക്കുന്നേ കാണാട്ടോ. എങ്ങനെ അടിച്ചു പൊളിച്ചേ? അത് ഞങ്ങൾ ചെറിയ രീതിയിലൊരു ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അത് ചെയ്തു. അതിന്റെ വീഡിയോ ഞങ്ങൾ എന്തായാലും അപ്ലോഡ് ചെയ്തില്ല. ഈ വീഡിയോ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടല്ലേ? ഈ വീഡിയോ എന്നുള്ളതല്ല, നമ്മുടെ മാർക്കറ്റിംഗ് ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആ പ്രൊഡക്റ്റ് എങ്ങനെ വിൽപ്പന നടത്തും എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ. ശരിക്കും അങ്ങനെ വിൽപ്പന അറിയാത്തവരാണ് പാളി പോകുന്നത് കേട്ടോ. അതെ അതെ, ഞങ്ങളുടെ പ്രൊഡക്റ്റ് നമ്മളൊരു വീഡിയോ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. അത് ഭയങ്കര ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ്. ഈ ലൂഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാലക്കാട് ആയതുകൊണ്ട് തന്നെ
ഈ പാലക്കാടാണ് ഈ ലൂഫ കൂടുതൽ കിട്ടുന്നത്. അതായത് ഇപ്പം ഇക്ക പറഞ്ഞ പഞ്ഞിമിഠായി പഞ്ഞിമിഠായി എന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട്സ്, അത് എൻ്റെ മോൾക്ക് ഇതിനെ കുറിച്ച് നല്ലോണം അറിയാം, പക്ഷെ മോളുടെ ഏജിലുള്ള പലർക്കും ഇതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ എനിക്ക് തോന്നി ഈ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ബ്രാൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ ലൂഫിനെ ഏറ്റവും നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്യുന്ന പോലെയാണ് ഉമ്മീസിന്റെ ഒരു ലാബിലൊക്കെ ഒട്ടിച്ചു. അപ്പം ഇതെങ്ങനെ വ്യത്യസ്തമായിട്ട് കുറേ ആളുകളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് നമുക്ക് എടപ്പള്ളിയിൽ പോവാന്നുള്ളത്. പക്ഷെ എടപ്പള്ളിയിൽ ഇത് ഇങ്ങനെ പിടിച്ചു പോകാൻ പറ്റില്ല, ഒരെണ്ണം പിടിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോഴാണ് എടപ്പള്ളിയിൽ ഒരു സെയിൽ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു പഞ്ഞിമിഠായി ഒക്കെ വടിയിൽ തൂക്കിയിട്ട് ബോംബെ പൂടാന്നൊക്കെ പറയുന്ന സാധനം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ സാധനം അതുപോലെ ഞങ്ങൾ ഒരു ദിവസം രാത്രി ഫുൾ എടുത്തിട്ടാണ് അത് കെട്ടി ഇതാക്കിയത്. എന്നിട്ട് ഞങ്ങളൊരു ഡിഫറെന്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷത്തിൽ തന്നെ എടപ്പള്ളിയിൽ പോയി നിന്നു. എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടെയാണ്. ഒന്നാമത്തെ കാര്യം, ഇത്രയും യങ് ആയിട്ടുള്ള ഇവര് ഇങ്ങനെ നടന്ന പ്രൊഡക്റ്റ് വിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാണുന്നവർ വിചാരം നിങ്ങളുടെ ദിവസമുള്ള വരുമാനം ഇതിൽ നിന്നായിരുന്നാണോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇതുവഴി എന്റെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ 20,000 ഫോളോവേഴ്സ് ആണ് ആ ഒരൊറ്റ ദിവസം കൊണ്ട് കയറിയത്. അതായത് നമ്മൾ എങ്ങനെ റിസ്ക് എടുക്കുന്നു അതനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും. അതിനുശേഷം ഈ പ്രൊഡക്റ്റ് എപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ തന്നെ വൈറലായി. അതുപോലെ തന്നെ ഗൾഫിലേക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ഗൾഫിലേക്ക് കൊറിയർ അയക്കണമെങ്കിൽ തന്നെ 2,000-3,000 രൂപ കൊറിയർ ചാർജ് വരും. ഈ സാധനം തന്നെ 8 എണ്ണമൊക്കെ വെച്ച് കൊറിയർ അയക്കാൻ ആൾക്കാർ പറയുമ്പോൾ ഇതിന്റെ വാല്യൂ എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് നമ്മുടെ ട്രഡീഷണൽ ഈ ഐറ്റംസിനോടുള്ള ആളുകളുടെ ഒരു ഇഷ്ടം. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒന്ന് നമുക്ക് വ്യക്തമാക്കി തരാമോ? ഇത് നോർമൽ ആയിട്ടൊരു ചെടിയിൽ നിന്ന് ചെടി തന്നെ ഇങ്ങനെ ആക്കിയിട്ട് വിടുന്നതാണ്. ഇതിന്റെ പുറത്തൊരു തൊണ്ടുണ്ടാവും, അത് നമ്മൾ പറിച്ചു കളയും. ഇതിന്റെ ഉള്ളിലൊരു കുരു ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ വെറുതെ ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെടിയായിട്ടും മാറി സാധനം ഉണ്ടാവുകയും ചെയ്യും. ഒരു പരിചരണം ആവശ്യമില്ല. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കുക, അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവും. അതിനുശേഷം ചകിരി പോലെ തേച്ച് കുളിക്കാം. ഈ ഒരെണ്ണത്തിന് എത്ര രൂപ വില വരും? റേറ്റ് കുറച്ചുണ്ട്. ഇത് 2 പെയറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 95 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 95 രൂപയ്ക്ക് ഇതുപോലത്തെ ഒന്നുകൂടെ കിട്ടും, 2 എണ്ണം ടോട്ടൽ. ഇതിന് എത്ര എണ്ണം സെയിലായി പോകുന്നുണ്ട്? ഇത് ദിവസം സെയിലുണ്ട്, നമുക്ക് എണ്ണാനൊന്നും പറ്റുന്നില്ല, അത്ര അധികം സെയിലുണ്ട്. എണ്ണത്തേക്കാൾ സെയിലുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. അത് മാത്രമല്ല കേട്ടോ, ഇപ്പൊ പാലക്കാട് ഭാഗത്ത് ഒരുപാട് പേർക്ക് ഇതൊരു വരുമാന മാർഗ്ഗമാണ്. കാരണം ഇവരെല്ലാം അവരെ പാടത്തും പറമ്പത്തും ഇത് കിട്ടുമ്പോൾ അത് കളക്ട് ചെയ്ത് നമ്മുടെ ഓഫീസിൽ കൊണ്ടുതരുന്നുണ്ട്. അവർക്കൊരു പ്രൈസ് കൊടുത്തിട്ട് അവരിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അതെ അവരെന്നെ ചോദിക്കും, മോളെ ഇതൊക്കെ സെയിൽ ആവുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇതൊരു അത്ഭുതമാണ്. ഈ ഒരു അത്ഭുതം എനിക്കും തോന്നാൻ കാരണമുണ്ടല്ലോ. ഇപ്പൊ ഇത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ പറയും, എടാ ഇതൊന്നും വിൽക്കത്തില്ല, ഇതൊക്കെ എങ്ങനെ വിൽക്കപ്പെടും. ശരിക്കും ഇത് നിങ്ങൾ ഇന്ന് മുഴുവനായിട്ട് വിൽക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ കഴിവ് തന്നെ കേട്ടോ. ഞങ്ങൾ എടപ്പള്ളിയിൽ ഇത് വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഒരു ഉത്സവമാണ് ഉണ്ടാക്കിയത്. കാര്യം ഞങ്ങളുടെ അടുത്തേക്ക് എത്ര പേര് വന്നിട്ടാണ് ഈ സാധനം മേടിച്ചിട്ട് പോയത്. അത്രയും വൈറലായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ വെറൈറ്റി കണ്ടന്റ് കൊണ്ടുവരുമ്പോൾ ആളുകൾ ഇതിനെ വ്യത്യസ്തമായ വിധത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ജെന്യൂനിറ്റി അവരിൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും. അൻസി ഇപ്പം എയർ ഓയിലിനെ പരിചയപ്പെടുത്തി, നമ്മുടെ കുളിക്കുമ്പോൾ തേക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി. ഈ കുറേ ആൾക്കാർ വെളുത്തിട്ട് പാറാൻ കുറേ വീഡിയോസ് ഇപ്പം ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ വെളുത്തിട്ട് പാറുന്നുമില്ല, ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെ പാറുന്ന വല്ല ക്രീം അൻസിയുടെയിലുണ്ടോ? അല്ല, അത് തേച്ചിട്ട് വെളുത്തിട്ട് പാറുന്നുണ്ട്, അതാണ് പ്രശ്നം. വെളുത്തിട്ട് പാറി പോകുന്നത് മുകളിലോട്ടാണ്, അതോടെ തീരും. അതാണ് പ്രശ്നം. അങ്ങനെ മുകളിലോട്ട് പോകുന്ന സാധനം വല്ലതും ഉണ്ടോ? ഇല്ല. അത് എങ്ങനെയാ മുകളിലോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബ്രാൻഡിന്റെ ക്രീം എടുത്തിട്ട് ഒന്നാമത് കുത്തി കലക്കിയിട്ട് ഈ പറഞ്ഞ പോലുള്ള ഒരു പ്രൊഡക്റ്റായി മാറ്റുമ്പോഴാണ് മുകളിലോട്ട് പോകുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മുകളിലോട്ട് പോകുന്ന വണ്ടർലായിലൊന്നും അല്ല കേട്ടോ അൻസി ഉദ്ദേശിച്ചത്, അതോടങ്ങ് തീരും. എന്റെ പൊന്നെ, കാണുമ്പോൾ നാളെ അൻസി ആ മുകളിലോട്ട് പോകുന്ന സാധനം ഉണ്ടോ എന്ന് പറയണേ. അതായത് ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിന് ലൈസൻസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഡ്രഗ് ലൈസൻസ് ആണ് ഇതുപോലുള്ള കോസ്മെറ്റിക്സിനൊക്കെ തന്നെ വേണ്ടത്. ഡ്രഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രൊഡക്റ്റ് നിർമ്മാണത്തിൽ ഇതിൽ ഡോക്ടേഴ്സും ടെക്നീഷ്യന്മാരും എല്ലാവരും ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. അതിനാണ് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. പഞ്ചായത്ത് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഫോർമുലേഷൻ തയ്യാറാക്കിയിട്ട് ഉമ്മീസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഓരോ പ്രൊഡക്റ്റും ഇതിലടങ്ങുന്ന ഇൻഗ്രീഡിയൻസ് എത്ര പെർസെൻറ്റേജ് അടങ്ങുന്നുണ്ട്, അത് നമ്മുടെ സ്കിന്നിന് എത്രമാത്രം റിസൾട്ട് ഉണ്ടാക്കും, നമ്മുടെ സ്കിന്നിന് ദോഷം ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഇതിലുണ്ടോ എന്നൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റൊരു പ്രൊഡക്റ്റിലും അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആളുകൾ മേളിലോട്ട് പോകുന്നതിന് മുമ്പ് എങ്ങനെ മനസ്സിലാക്കും? എന്താ ഈ ചോദ്യം ഒന്നും കൂടെ ചോദിച്ചാൽ? അതായത്
ഇപ്പൊ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഞാനിപ്പോ ഒരു സംഭവം ഉണ്ടാക്കി ഞാനങ്ങ് എഴുതി പിടിപ്പിക്കുക, വെളുത്തിട്ട് മേളിലോട്ട് പാറി പോകുന്ന പോലെ സാധനം. അങ്ങനെ പാറി മേളിലോട്ട് പോയിട്ട് എന്നെ എടുക്കാനാ? അങ്ങനെ എഴുതി പിടിപ്പിക്കില്ലല്ലോ. ഡ്രഗ് ലൈസൻസിന്റെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ എന്താ മന്ദബുദ്ധികളാണോ? ഒരു 300 രൂപ 500 രൂപയ്ക്ക് ചിലവാക്കിയ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അത് അത്രയും ടെസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതല്ലേ? അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരം ട്രസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുക. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിന്റെ മേക്കിംഗ് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. ട്രസ്റ്റ് ചെയ്യുക. ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാ? ഇത് നൈറ്റ് യൂസ് ചെയ്യുന്നു, ഫേസിൽ അപ്ലൈ ചെയ്യുന്നു, രാവിലെ വാഷ് ഔട്ട് ചെയ്യുന്നു. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ബ്ലാക്ക് സ്പോട്ട്, ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ മാറി സ്കിൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് കിട്ടും. അതായത് എൻ്റെ സ്കിൻ കളർ ഇതാണ്, പക്ഷെ ഞാൻ വെയിലത്ത് 2 ദിവസം നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഫേസ് ഫുൾ ആയിട്ട് ഡാർക്ക് ആവും. എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസിൽ ആ ഡാർക്ക് എനിക്ക് മാറ്റണം, എൻ്റെ പഴയ സ്കിന്നും നല്ല സ്കിന്നും എനിക്ക് തിരിച്ചു വരണം തോന്നുന്നുണ്ട്. സോ യൂസ് ചെയ്യാം. ഇതിപ്പോ നല്ല രീതിയിൽ സെയിലായി പോകുന്നുണ്ടോ? നന്നായിട്ട് സെയിലാവുന്ന പ്രൊഡക്റ്റാണ്. ഒന്ന് കാണിച്ചു. കാരണം എൻ്റെ സ്കിന്നും കറുത്തിരിക്കും. കുറെ പ്രേക്ഷകർ പറയുന്നുണ്ട് ക്രീം ഒക്കെ ഇടണം. ചേട്ടന് ശരിക്കും പറഞ്ഞ സ്കിന്നിനല്ല, ഈ കണ്ണിന്റെ അവിടെ ഉറക്കമില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, രാത്രി വേറെ പരിപാടി ഒന്നുമല്ല, ഉറക്കം. ഈ കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് തന്നെ പോയാൽ തന്നെ ചേട്ടന്റെ സ്കിൻ അടിപൊളിയായി. ഈ ക്രീം ഇട്ട കണ്ണിന്റെ അടിയിൽ കറുപ്പ് പോവും? പോവും. ഇത് ഞാൻ ചേട്ടന് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാ. ആണോ? കൈ അടിക്കണ കൈ. ഇത് എത്ര ദിവസം കൊണ്ട് മാറുമെന്ന് ഇതുണ്ടോ അളവ്? ഇപ്പം എന്റെ സ്കിന്നിനാണെങ്കിൽ ഇതുപോലെ ചേട്ടന്റെ കണ്ണിലേക്ക് വന്നിട്ടുള്ള അത്രയും ഡാർക്ക് സ്പോട്ട്. ഇടയ്ക്ക് ചേട്ടന്റെ കണ്ണിൽ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരാണല്ലോ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ അവരെ സ്കിൻ ടൈപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ടാൻ പോകും. പക്ഷേ ചേട്ടൻ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഇത് 1 മാസം എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡീപ്പായിട്ടുള്ള ഡാർക്ക്നെസ് ഉണ്ട് ഫേസിൽ. ഓക്കെ, അതാണ് നമ്മൾ ഓരോരുത്തർ സ്കിൻ ടൈപ്പാണ്. ഇപ്പോൾ എനിക്ക് 2 ദിവസത്തിൽ റിസൾട്ട് കിട്ടിയ ചേട്ടന് കിട്ടാൽ ചിലപ്പോൾ 6 ദിവസത്തിലായിരിക്കും, വേറൊരാൾക്ക് കിട്ടാൽ 10 ദിവസത്തിലായിരിക്കും. അതാണ്. അല്ലാണ്ട് ഒരാൾ തേച്ചാൽ ഒറ്റയടിക്ക് എല്ലാവർക്കും കിട്ടുന്ന പോലെ റിസൾട്ട് അല്ല കിട്ടുക. അപ്പം ഞാനപ്പോൾ ഈ ഒരു ക്രീം വിശ്വാസത്തോടെ മേടിക്കുക, മേളോട്ട് പോകത്തില്ലെന്ന് എനിക്ക് എന്നാ ഉറപ്പുണ്ട്? മുകളിലേക്ക് പോവില്ല. ഉറപ്പാണ്. ഇനി മേളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ഇന്റർവ്യൂ മുതൽ ഞാൻ കാണത്തില്ല, ഞാൻ ആങ്കർ ആവാം. അയ്യോ ബുദ്ധി. അപ്പൊ ഇത് ഞാൻ വിശ്വസിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഒരു ടാസ്ക് തരട്ടെ. ഒരു പ്രൊഡക്റ്റ് അൻസിയ എന്നെ കൊണ്ട് മേടിപ്പിക്കണം. അത് മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് മേടിപ്പിച്ചേ പറ്റൂ. ടാസ്കിലോട്ട് പോയാലോ? അൻസിയുടെ ആ ഒരു മാർക്കറ്റിംഗ് എന്നെ നമുക്ക് കണ്ടറിയാം. വാ ചേട്ടാ. എന്തോ ചേട്ടൻ ഒന്ന് ചിരിച്ച, ഒന്നുകൂടെ നല്ല രീതിയിൽ ചിരിച്ച. എന്താ ഈ പല്ലിലൊക്കെ കറ? വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല. എന്താ കഴിച്ചത് ഇപ്പോ? ഞാൻ ബിരിയാണി. പല്ല് തേച്ചില്ല? തേച്ചു. ഒന്നുകൂടെ ചിരിച്ച. ഭയങ്കര കറാട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ പ്രാവശ്യം പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ല കറ പോണോ? നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ചിരിക്കണോ? നിന്റെ പല്ല് പോലെ എനിക്ക് കിട്ടുമോ? എന്റെ പല്ലിനേക്കാളും സൂപ്പർ ആയിരിക്കും. കിട്ടണോ? ചേട്ടാ ഒന്നുകൂടെ ചിരിച്ച. ഭയങ്കര മോശം കേട്ടോ. ഉമിക്കരിയാ ഞാൻ ചേട്ടാ. ഇപ്പൊ ഇത്രയും വെളുത്തിരിക്കുന്ന എന്റെ പല്ല് ഞാൻ ഇവിടെ തേച്ച് കൈ കഴുകി വരുമ്പോഴേക്കും ഈ വീഡിയോ കാണുന്നവരൊക്കെ എണീറ്റു. അല്ല, എനിക്കൊന്ന് കാണണമല്ലോ. കാരണം ഞാനിപ്പം ഈ പ്രൊഡക്റ്റ് മേടിക്കുക തേക്കാതെ തേച്ച് കാണിക്കും. ഞാൻ ഒന്ന് കാണാം. പൊന്നു ചേട്ടാ, ഈ ഉമിക്കരി എടുത്ത് ഞാൻ തേച്ചിട്ടൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇത് എന്താണെന്നല്ലേ വിചാരിക്കുള്ളൂ. ചേട്ടൻ തേക്കേ, ആ മഞ്ഞപ്പല്ലൊക്കെ ഒന്ന് വെളുക്കട്ടെ. ഇപ്പം തേക്കാം. ഇങ്ങനെ എടുക്കുക, കയ്യിലോട്ടിട്. ഇതിലൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. കയ്യിലേക്ക് ഇടുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തേച്ചോ. നോക്കിക്കോളെ. ഇങ്ങനെ മുക്കുക. ഇങ്ങനെ ഇതല്ലടാ. ഓക്കെ, ഇങ്ങനെ എടുത്തോ. ഇങ്ങനെ എടുക്കണോ? ഇങ്ങനെ എടുക്ക്. എന്നിട്ട് പല്ലുമ്മ ഇങ്ങനെ അമർത്ത്. ഉരച്ചോ. വാവ്. തേച്ചോ. ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? നമ്മുടെ പാലക്കാടത്തെ ഉമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിന്റെ ഉമ്മി. ഇതുവരെ ആരെങ്കിലും ഒരു ആങ്കർ പല്ല് ഏൽപ്പിച്ചിട്ടുണ്ടോ? ആ ഭാഗ്യം എനിക്കുണ്ട് ശരിക്കും പറഞ്ഞ. തേച്ചോ. ചിരിച്ച് മര്യാദക്ക് ഇവിടെ ഒറ്റ ഒരുത്തി കുറച്ച് മഞ്ഞുള്ളൊരു സൈഡില് ഇത് കറുത്ത് ഒന്നൊന്നര പ്രൊഡക്റ്റ് ആയി. ഒരു പ്രൊഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നത്. ഞാനിത് തേച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, തേപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, റിസൾട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ചേട്ടനിപ്പോൾ ഇത് പർച്ചേസ് ചെയ്തില്ലേ, 90 രൂപ. ഒരു പ്രൊഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് അൻസിയ നിനക്ക് വ്യക്തമായിട്ട് അറിയും കേട്ടോ.
കാരണം നീ എന്നെയും കൊണ്ട് പല്ല് വരെ തേപ്പിച്ചു. അതെനിക്ക് ആദ്യം കലിപ്പായിരുന്നു കേട്ടോ, പക്ഷെ എൻ്റെ പല്ലിപ്പോൾ വാവുമായിട്ട് വെളുത്ത്. വാവ് ശരിക്കും കേട്ടോ, നല്ല രീതിയിൽ വെളുത്തിട്ടുണ്ട്, മഞ്ഞകളും പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ എടുക്കുക, ഞാൻ മേടിച്ചു. ഇതിന് എത്ര രൂപ വരും? ഇതിന് 105 രൂപ. ഗൂഗിൾ പേ ഉണ്ടോ നിനക്ക്? എനിക്കില്ല. ഉണ്ട്, അതിനകത്ത് അയക്കാം അല്ലേ? അപ്പം നിങ്ങൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമോ? ഓക്കെ. അൻസിയ, ഇപ്പം ഇത്രയും നേരം ഒറ്റയ്ക്കിരുന്ന് ആറാടി സംസാരിച്ച അൻസിയ, ആ സംസാരത്തിലല്ലേ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്നെ ഞാനാക്കിയ ഇത്രയും ബിസിനസ് വളർന്ന ആ ഒരു വ്യക്തി ഉണ്ടെന്ന്. ആ ഒരു നായകനെ വിളിച്ചാലോ നമുക്ക്? ആ 2 വ്യക്തികളുണ്ട് ഇവിടെ. 2 വ്യക്തികളുണ്ടോ? അതാരൊക്കെയാ? ഒരു കുഞ്ഞു ഭാവിയും കൂടെ ഉണ്ട് ഇവിടെ. ഓ, കുട്ടിയൊക്കെ ഉണ്ടല്ലേ? എനിക്ക് അൻസിയെ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നായകനെയും നായികയും കൂടെ വിളിക്കാം. ചേട്ടൻ ചോദിച്ചില്ലേ എന്റെ ജീവിതത്തിലെ നായകൻ, എന്റെ സപ്പോർട്ട് ആരാണെന്നൊക്കെ. നായകനും നായിക ഇത് എവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു കയ്യടി ഉണ്ടല്ലോ, ഓരോ മലയാളികളുടെയും കയ്യടി കേട്ടോ. കാരണം എൻ്റെ മച്ചാനെ ഞാനൊരാളാണ്, മച്ചാനൊരാളാണ്. ശരിക്കും നമ്മളെ കല്യാണം കഴിച്ചതിന് ശേഷം അവർക്ക് അവരുടേതായ ഫ്രീഡം കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും. ഇന്ന് നിങ്ങളുടെ ഉമീസ് ബിസിനസ് ഈ ഒരു കയ്യിൽ നിൽക്കുന്നുണ്ടല്ലോ, അൻസിയ ഒറ്റയ്ക്കല്ല, അത് മച്ചാൻ ഇത് ജീവിതകാലം മുഴുവൻ കാണണം. തീർച്ചയായിട്ടും. ഓക്കെ മച്ചാൻ, ഈ അൻസിക്ക് ഇത്രയും സപ്പോർട്ടാണ്, അത് ഞങ്ങൾക്കും മനസ്സിലായി. ശരിക്കും ഞങ്ങൾക്കുള്ളൊരു സംശയം കേട്ടോ. ഇപ്പം എനിക്ക് തോന്നിയൊരു സംശയമാണ്, കല്യാണത്തിന് ശേഷം ഇങ്ങനെ ബിസിനസ്സിൻ്റെ പ്ലാൻ മച്ചാനോട് പറയുന്ന സമയത്ത് അന്ന് ചിന്തിച്ചിരുന്നത് ഇതൊക്കെ വിജയിക്കുമോ, അല്ലെ അവള് ചുമ്മാ ഈ പറയുന്നതാണോ എന്ന് ചിന്തിച്ചിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും. ഇവള് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇവളുടെ ആ ഒരു ടോക്കിൽ എന്താണ് മനസ്സിലായത്? അൻസിയുടെ സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്തറിയോ, ബിസിനസ്സിന് എഴുതച്ചേർക്കാൻ പറ്റിയ പേര് അൻസിയ. കാരണം അൻസിയെ നിന്നെ പൊക്കി അടിക്കുമെന്നില്ല, ടോപ്പറായിട്ട് പറയാം. 5 മിനിറ്റ് നിന്നോട് ഒരാൾ സംസാരിച്ചാൽ നിന്നെ ലൈഫിൽ നിന്ന് മറക്കത്തില്ല. ആള് ഒരു പ്രത്യേക വൈബാണ്, അങ്ങനെ വീണതല്ലേ? സത്യം പറഞ്ഞാൽ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു അവളുടെ ആ ഒരു പ്രസന്റേഷൻ ആണ് സത്യം പറഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് എനിക്ക് വരാനുള്ള ഒരു ഊർജ്ജവും കിട്ടിയത്. ജോലി നിർത്തിയിട്ടല്ല ഇതിലോട്ട് പൂർണ്ണമായിട്ട് ജോലി എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ സ്വന്തം സ്ഥാപനം 8 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം മൊത്തമായിട്ട് ഞാൻ ഒഴിവാക്കി. അതായത് ഏകദേശം എനിക്ക് ഒരു മാസം ചുരുങ്ങിയത് ഒരു 60,000 രൂപൻ്റെ വരുമാനം അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. വെറും 6 മാസം കൊണ്ട് ഞാനത് മൊത്തമായിട്ട് തുടച്ച് നീക്കിയിട്ടാണ് ഈ ഉമ്മീസ് എന്ന ഇതിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങിയത്. അതെല്ലാവരെയും കൊണ്ട് പറ്റത്തില്ലല്ലോ ശരിക്കും. കാരണം അത് എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇവളുടെ ഒരു ആത്മവിശ്വാസം തന്നെയാണ് നമുക്ക് ഈ ഒരു ബിസിനസ് പ്രതീക്ഷ തരാനുള്ള ഒരു കാരണമുള്ളത്. അപ്പോൾ അതാണ് ഇതിന്റെ ഒരുപാട് സന്തോഷം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. അത് നമ്മൾ ജീവിതത്തിൽ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റി. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു സിറ്റുവേഷൻ തന്നെ നമുക്ക് നല്ലൊരു കാറ് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ വരുന്ന ഒരു കാറ് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. വെറും 6 വർഷം കൊണ്ട് ഈ ബിസിനസ്സിലൂടെ മാത്രം. രണ്ടാമത് ഞങ്ങളിപ്പോൾ ഒരു വീടിലേക്കും കൂടി പ്രവേശിച്ചുകൊണ്ടിരിക്കും. അത് നടക്കും. നടന്നു, സത്യം പറഞ്ഞാൽ നടന്നു വീട്. അതിന്റെ ഒരു ഏകദേശം ഒരു 90% കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ആഗ്രഹം എന്താ മച്ചാനെ? മുന്നോട്ട് ഇന്ന ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പ്രത്യേകിച്ചിട്ട് ഇന്ന ആഗ്രഹം എന്നൊന്നുമില്ല. എന്തായാലും നമ്മള് മനസ്സിൽ പലതും ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. കുഞ്ഞിന്റെ പേരെന്തുവാ? ഹലോ, പേരെന്തുവാ? ലൈബ. ഓക്കെ. ഈ ബിസിനസിന്റെ കൂടെ ഇത് പോയി കഴിയുമ്പോൾ കുഞ്ഞിനെയൊക്കെ പഠനകാര്യത്തിൽ നോക്കാൻ സമയമൊക്കെ ഉണ്ടോ? അവള് കൊറോണ ആയിരുന്നല്ലോ മുമ്പൊക്കെ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് കയറുന്നത്. LKG UKG ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് പഠിക്കേണ്ടത് ഞങ്ങളിൽ നിന്നാണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ എന്താണ് കാണിക്കുന്നത്, ഞങ്ങളുമായി ബന്ധപ്പെട്ട എന്താണ്, അതിൽ നിന്നാണ് അവള് വളരേണ്ടത്. അടുത്തൊരു ബിസിനസ്സുകാരിയല്ലേ അവള്? മാർക്കറ്റിംഗ് ടീച്ചറൊക്കെ ഫാൻസ് ആണ് സത്യം. അപ്പം അൻസിനിക്ക ഒത്തിരി സന്തോഷം കേട്ടോ എന്നോട് ഇത്രയും നേരം സംസാരിച്ചതിലും. ശരിക്കും ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമാണ്. ഇനിയും ഇക്കയോടാണെങ്കിലും അൻസിയോടാണെങ്കിലും ഒരു കാര്യം കൂടെ ചോദിക്കുക. ഒരുപാട് ആൾക്കാർ ഇനിയും മുന്നോട്ട് അൻസിയെ പോലെ വരാനുണ്ട്. അവർക്ക് സപ്പോർട്ട് കിട്ടാത്തതായിരിക്കാം, അല്ലെ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതായിരിക്കാം. പക്ഷെ അവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അവർ അൻസിയുടെ വീഡിയോ ഈ കാണുന്ന സമയത്തെ അവരോട് അൻസിക്ക് എന്തോ പങ്കുവെക്കാനുള്ളത്? ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ തന്നെയാണ്. പൈസ ഇല്ല, കൂടെ ആരില്ല എന്നൊക്കെ പറയുന്നത് നമുക്കിത് ചെയ്യാതിരിക്കാനുള്ളൊരു റീസൺ ആണ്. അത് മാത്രമേ ഉള്ളൂ.
നമുക്കൊരു ആഗ്രഹമുണ്ട്, നമ്മൾ അതിലേക്ക് എത്തണമെന്ന് തീർച്ചയായിട്ടും വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിലേക്ക് എത്തും. നമ്മൾ ആദ്യം വിചാരിച്ചാൽ മതി, നമ്മളെ തന്നെ ആദ്യം സപ്പോർട്ട് ചെയ്താൽ മതി. അങ്ങനെ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് അൻസിയ അല്ലേ? അതെ അതെ. അപ്പോൾ അൻസിയ ഇക്ക കുഞ്ഞാപ്പി ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു. ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും വലിയ ഉയർച്ചകൾ ഉണ്ടാവട്ടെ. എല്ലാം പ്രാർത്ഥനയും ആശംസയും. അപ്പോൾ വലിയ വിജയത്തിലോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. താങ്ക് യു സോ മച്ച്.